المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദാഉ വദ്ദവാ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ മർമ്മപ്രധാനമായ വിഷയത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ടാണോ ഇത് രചിക്കപ്പെട്ടത്, അതിന്റെ പ്രധാന ലക്ഷ്യം ഇതിനെ വിശദീകരിക്കുന്ന ഉലമാക്കൾ പറയുന്നത് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളാണ് എന്നതാണ്. പാപങ്ങളുടെ കാഠിന്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. അതിലാദ്യം ഷിർക്ക്, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് അഹങ്കാരം എന്ന് പറഞ്ഞു. അതേപോലെ ദീനിനെ സംബന്ധിച്ച് അറിവില്ലായ്മ, സംസാരിക്കൽ, അള്ളാഹുവിനെ കുറിച്ച്, ഇതുപോലുള്ള വിഷയങ്ങൾ. പിന്നീട് ബിദ്അത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ചത് കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ദുൽമുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അക്രമം. അക്രമത്തിൽ കൊലപാതകത്തിന്റെ വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഒരാൾ മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ അതിനുള്ള പ്രതിക്രിയ, തൗബ ചെയ്യുന്ന രീതി, ആർക്കെല്ലാം എന്തെല്ലാം അവകാശങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. ഇനി അതിനുശേഷം ഇമാം അവർകൾ പറയുകയാണ് വഅമ്മാ മസ്അലത്തുൽ മാൽ, എന്നാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട മസ്അല, അതായത് ഒരാൾ വേറൊരാളുടെ സമ്പത്തിനോടാണ് അക്രമം കാണിച്ചത്. അതായത് മറ്റൊരാളുടെ സമ്പത്ത് കവർന്നെടുത്തു, മോഷ്ടിച്ചു. വേറൊരാളുടെ അവകാശം തന്റെ കയ്യിൽ വന്നു. അങ്ങനെ ആരുടെ കയ്യിൽ നിന്നാണോ മോഷ്ടിച്ചത്, ആ മോഷ്ടിക്കപ്പെട്ടവൻ മരണപ്പെട്ടുപോയി. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയം ഫഖദ് ഇഖ്തിലിഫ ഫീഹാ, ഇതില് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടിട്ടുണ്ട്. ഫഖാലത് ത്വായിഫത്തുൻ, ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്നത് ഇദാ അദ്ദാ മാ അലൈഹി മിനൽ മാലി ഇലൽ വാരിസി, ഒരാൾ തന്റെ മേൽ ബാധ്യതയായ ആ സമ്പത്ത് ആക്രമിക്കപ്പെട്ടവന്റെ അനന്തരാവകാശിക്ക് വീട്ടിയാൽ, ഒരാൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സെയ്ദ് അമ്രിന്റെ സമ്പത്ത് മോഷ്ടിച്ചു, അങ്ങനെ
അമ്ർ മരണപ്പെട്ടുപോയി. അങ്ങനെ സെയ്ദ് പശ്ചാത്താപം ഉണ്ടാവുകയും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ സമ്പത്ത് അമ്രിന്റെ അനന്തരാവകാശിക്ക് എന്ത് ചെയ്തു? വീട്ടി. അങ്ങനെ വീട്ടിയാൽ ബരിഅ മിൻ ഉഹ്ദതിഹി ഫിൽ ആഖിറ, എന്നാൽ ആഖിറത്തിൽ അവന്റെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? മോചനം നേടി. അവന് പിന്നീട് അതിന് തെറ്റുകളൊന്നുമില്ല, അവൻ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല, അവൻ അതിൽ നിന്ന് ഒഴിവായി എന്നതാണ് ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്നത്. കമാ ബരിഅ മിൻഹാ ഫിദ് ദുനിയ, ദുനിയാവിൽ അവൻ അതിൽ നിന്ന് ഒഴിവായതുപോലെ തന്നെ, ദുനിയാവിൽ അത് കൊടുത്തപ്പോൾ അവൻ അതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു, അതേപോലെ തന്നെ ആഖിറത്തിലും അവന് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിഞ്ഞിട്ടുണ്ട്. അവന്റെ അനന്തരാവകാശിക്ക് വീട്ടിയാൽ മതി എന്നാണ് ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്നത്. എന്നാൽ വഖാല ത്വായിഫത്തുൻ, വേറൊരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം, ബലിൽ മുതാലബതു ലിമൻ ളലമഹു ബിഅഖ്ദിഹി ബാഖിയത്തുൻ അലൈഹി യൗമൽ ഖിയാമ. ഇവൻ ആരെയാണോ ആക്രമിച്ചത്, അങ്ങനെ ആക്രമിച്ചയാൾക്ക് അവന്റെ അവകാശം തേടാനുള്ള ആ മുതാലബത്ത് അത് ഖിയാമത്ത് നാളിലും അവശേഷിക്കുന്നതാണ്. ഇവൻ അവന്റെ സമ്പത്ത് മോഷ്ടിച്ചെടുത്തു എന്നുള്ള കാരണത്താൽ ഈ ആക്രമിക്കപ്പെട്ടവന് അവന്റെ അവകാശം തേടാനുള്ള അവകാശം എപ്പോഴും ഉണ്ടാകും, ഖിയാമത്ത് നാളിലും ഉണ്ടാകും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അമ്രിന് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാം? തന്റെ അവകാശം ചോദിക്കാം എന്നുള്ളതാണ് ഒരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. കാരണം എന്താണ്? കൊലപാതകത്തിന്റെ വിഷയത്തിൽ നാം പറഞ്ഞിരുന്നു, വഹുവ ലം യസ്തദ്രിക് ദുലാമതഹു ബിഅഖ്ദി വാരിസിഹി ല. അതിനുള്ള കാരണം എന്താണ്? ഈ ആക്രമിക്കപ്പെട്ടവന്റെ അനന്തരാവകാശി ഈ സമ്പത്ത് നേടിയെടുത്തു എന്നുള്ള കാരണത്താൽ ആക്രമിക്കപ്പെട്ടവൻ എന്ത് ചെയ്തിട്ടില്ല? അവന്റെ അവകാശത്തെ നേടിയെടുത്തിട്ടില്ല. ആക്രമിക്കപ്പെട്ടവന് യഥാർത്ഥത്തിൽ അവന്റെ അവകാശം ലഭിച്ചോ? അവകാശം ലഭിച്ചതാർക്കാണ്? അവന്റെ അനന്തരാവകാശിക്കാണ്. ഫഇന്നഹു മനഅഹു മിൻ തിഫാഇഹി ബിഹി ഫീ തൂലി ഹയാതി. ഈ ആക്രമിക്കപ്പെട്ടവൻ അവന്റെ ജീവിതത്തിലുടനീളം അവന്റെ ആ സമ്പത്തിനെ ഉപയോഗിക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? വിലക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അത് അവന്റെ സമ്പത്തായിരുന്നു, അവനത് അവന്റെ ജീവിതകാലത്ത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഉപയോഗിക്കാൻ അവൻ അവസരം കിട്ടിയില്ല. ഇവനെന്ത് ചെയ്തു? മോഷ്ടിച്ചെടുത്തു. അതിനെ തൊട്ട് അവനെ തടഞ്ഞിരിക്കുകയായിരുന്നു. വമാത വലം യന്തഫഇ ബിഹി, അങ്ങനെ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഈ സമ്പത്ത് അവനക്ക് എന്ത് ചെയ്തില്ല? ഉപകരിച്ചില്ല. വഹാദാ ദുൽമുൻ ലം യസ്തദ്രികുഹു, അപ്പോൾ ഇത് ഒരു അക്രമമാണ്. ആ അക്രമത്തെ വീണ്ടെടുക്കാൻ ഇവനക്ക് സാധിച്ചിട്ടില്ല. വഇന്നമാ യന്തഫഇ ബിഹി ഗൈറുഹു ബിസ്തിദ്റാകി, അതുകൊണ്ട് ഉപകാരമെടുത്തത് ആരാണ്? ഇവന്റെ അനന്തരാവകാശികളാണ്. അവർക്കത് ലഭിക്കുക മുഖേന അനന്തരാവകാശികൾ അവർക്കത് ലഭിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ ആക്രമിക്കപ്പെട്ടവന് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ചെയ്തില്ല, ലഭിച്ചിട്ടില്ല എന്നുള്ളതിനാൽ അവന്റെ അവകാശം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ അതവന് ചോദിക്കാം എന്നുള്ളതാണ് ഒരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായത്തിന്റെ മേൽ വബനൗ അലാ ഹാദാ അന്നഹു ലവിൻതഖല മിൻ വാഹിദിൻ ഇലാ വാഹിദിൻ, ഈ അവകാശം ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് നീങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ സെയ്ദ് അമ്രിനെ ആക്രമിച്ചു, അതായത് അമ്രിന്റെ സമ്പത്ത് കൊള്ളയടിച്ചു. അമ്ര് മരണപ്പെട്ടുപോയി. അപ്പോ സെയ്ദിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് അമ്രിലേക്ക് കൊടുക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഇത് അമ്രിലേക്ക് കൊടുത്തിട്ടില്ല, അമ്രിൽ നിന്ന് വേറൊരാളിലേക്കും ഇതിന്റെ അവകാശം നീങ്ങി. അതായത് അമ്രും മരിച്ചുപോയി. അതാണ് ഇനി പറയുന്നത്. ലവിൻ തഖല മിൻ വാഹിദിൻ ഇലാ വാഹിദിൻ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഈ അവകാശം ചെയ്തു നീങ്ങിപ്പോയി. വതഅദ്ദദൽ വറസ, അങ്ങനെ വാരിഥീങ്ങൾ അനന്തരാവകാശികൾ എണ്ണമറ്റതായി. ധാരാളം അനന്തരാവകാശികൾ ശേഷം എന്ത് ചെയ്തു? വന്നു. എങ്കിൽ കാനത്തിൽ മുതാലിബതു ലിൽ ജമീഅ ലിഅന്നഹു ഹഖ്ഖുൻ കാന യജിബു അലൈഹി ദഫ്ഉഹു. അപ്പോ ഈ അവകാശം ആർക്കെല്ലാം ചോദിക്കാം? ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന സകല ആളുകൾക്കും, ഇതിന്റെ അവകാശികളായ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം? ഇതിന്റെ അവകാശം നാളെ ആഖിറത്തിൽ ചോദിക്കാൻ പറ്റും. കാരണം അത് വീട്ടപ്പെടേണ്ട വാജിബായ ഒരു ഹക്കായിരുന്നു. ഇലാ കുല്ലി വാഹിദിൻ മിൻഹും ഇൻദ കൗനിഹി ഹുവൽ വാരിസ്,
അവൻ വാരിസായ സമയത്ത്, ഇപ്പോ അമ്രിന്റെ മകൻ ഒരു വാരിസ് ഉണ്ടായി, അവന് തന്നെ വീട്ടപ്പെടേണ്ടതായിരുന്നു, പക്ഷെ അവിടെ വീട്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് ആരിലേക്കെല്ലാം അവകാശം എത്തിച്ചേരുന്നുണ്ടോ അവർക്കെല്ലാം ഈ മുത്താലബത്ത്, ഈ അവകാശം ചോദിക്കാനുള്ള അവകാശം ഉണ്ടാകും. രണ്ടാമത് പറഞ്ഞ അവകാശപ്രകാരം, അഭിപ്രായപ്രകാരം. വഹാദ ഖൗലു ത്വായിഫത്തിൻ മിൻ അസ്ഹാബി മാലിക് വ അഹ്മദ്. ഇമാം മാലിക്കിന്റെയും അഹ്മദിന്റെയും അസ്ഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായമാണിത്. അപ്പൊ രണ്ടഭിപ്രായങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, ഇവൻ ആരുടെ സമ്പത്താണോ മോഷ്ടിച്ചെടുത്തത് അവന്റെ അനന്തരാവകാശിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അത് അവസാനിച്ചു എന്നുള്ളതാണ് ഒരഭിപ്രായം. അതല്ല, മറ്റൊരഭിപ്രായ പ്രകാരം അവൻ എന്ത് ചെയ്തിട്ടില്ല, അവന്റെ ആഖിറത്തിൽ ഈ ആക്രമിക്കപ്പെട്ടവന്റെ അവകാശം കഴിഞ്ഞിട്ടില്ല. അത് അമ്രിന് അവകാശം തന്നെ നാളെ ആഖിറത്തിൽ സെയ്ദിനോട് ചോദിക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞ ഉദാഹരണ പ്രകാരം. കാരണം അവനക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയില്ല. അത് ഇനി എത്രത്തോളം താഴത്തേക്ക് പോയോ അവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നാളെ ആഖിറത്തിൽ ഈ അവകാശം അള്ളാഹുവിന്റെ അടുക്കൽ ചോദിക്കാം. അത് അവർക്ക് കിട്ടേണ്ട അവകാശമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. അവർക്ക് വീട്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ആർക്കെല്ലാം വീട്ടപ്പെട്ടിട്ടില്ലയോ അതെല്ലാം എന്ത് ചെയ്യും? ആ അവകാശം നിലനിൽക്കും. ഖിയാമത്ത് നാളിൽ അതിന്റെ പേരിൽ ഈ അക്രമി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. അതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, വഫസല ശൈഖുനാ റഹിമഹുല്ലാഹ് ബൈന ത്വായിഫത്തൈൻ. ഈ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ, രണ്ട് ത്വായിഫത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇതിന് രണ്ടിനെയും ഷൈഖുന എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഉസ്താദ് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനൊന്ന് വിശാലമായിട്ട് അതിനൊരു പരിഹാരം പറഞ്ഞു. എന്താണത്? ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇൻ തമക്കനൽ മൗറൂസു മിൻ അഖ്ദി മാലിഹി വൽ മുതാലബതി ബിഹി ഫലം യഅഖുദ് ഹത്താ മാത. ഈ മൗറൂസിന് അവന്റെ സമ്പത്ത് തിരിച്ചു പിടിക്കാനും അവന്റെ അവകാശം ചോദിക്കാനുമുള്ള അവസരമുണ്ടായി, അതിന് സാധിക്കുമായിരുന്നു. എന്നിട്ടും അവനത് വാങ്ങിയില്ല. ഇവിടെ മൗറൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ ഇതാരാണ്? അമ്രാണ്. അമ്രിന്റെ വാരിസീങ്ങളാണ് ശേഷം വരുന്നത്. അപ്പോ ഈ അമ്രിന് എന്ത് ചെയ്യാമായിരുന്നു? ഇവന്റെ അവകാശം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ അവകാശത്തെ ചോദിക്കാനും അത് തിരിച്ചു പിടിക്കാനുമുള്ള അവസരം അവന്റെ മുന്നിലുണ്ടായിരുന്നു. ഹാക്കിമിനെ സമീപിച്ചിട്ടോ മറ്റൊക്കെ അതിനുള്ള അവസരം അവന്റെ മുന്നിലുണ്ടായി. പക്ഷേ അവനെന്ത് ചെയ്തിട്ടില്ല? അതിന് തയ്യാറായിട്ടില്ല. വലം യഖുദുഹു ഹത്താ മാത. മരണപ്പെടുന്നത് വരെയും അവൻ അവന്റെ അവകാശം തിരിച്ചു പിടിക്കാൻ കൂട്ടാക്കിയില്ല. അവന്റെ അലസത കൊണ്ടോ അവനതെന്ത് ചെയ്തില്ല? അവന്റെ ഈ അവകാശത്തെ തിരിച്ചു ചോദിക്കാനോ അത് എടുക്കാനോ അവൻ സന്നദ്ധനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്വാറത്തിൽ മുതാലബതു ബിഹി ലിൽ വാരിസി ഫിൽ ആഖിറ. എങ്കിൽ അമ്രിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ മൗറൂസിന്, ആക്രമിക്കപ്പെട്ടവന് അതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ എന്തുണ്ടാവില്ല? അവകാശം ഉണ്ടാവില്ല. അപ്പോ ഇവിടെ ചോദിക്കാനുള്ള അവകാശം ഉണ്ടാകുന്നത് അമ്രിന്റെ അനന്തരാവകാശികൾക്കായിരിക്കും. ആക്രമിക്കപ്പെട്ടവന്റെ അനന്തരാവകാശികൾക്കേ അതിനുള്ള അവസരം ഉണ്ടാവുള്ളൂ. ഇവനത് ചോദിക്കാനും തിരിച്ചു പിടിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ ചോദിച്ചിട്ടില്ല, തിരിച്ചു പിടിച്ചിട്ടില്ല. അങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആഖിറത്തിൽ ഈ ആക്രമിക്കപ്പെട്ടവന് പിന്നീട് അവിടെ അവകാശമൊന്നും ഉണ്ടാവില്ല, അവശേഷിക്കുന്നില്ല. എന്നാൽ കമാ ഹിയ കദാലിക ഫി ദുനിയ, ദുനിയാവിലും അങ്ങനെയാണെന്നതുപോലെ. ഇനി വഇല്ലം യതമക്കൻ മിൻ ത്വലബിഹി വഅഖദിഹി, ആക്രമിക്കപ്പെട്ടവന് സാധിച്ചിരുന്നില്ല ഇവന്റെ അവകാശത്തെ ചോദിക്കാനോ അത് തിരിച്ചു പിടിക്കാനോ ഉള്ള അവസരം അവൻ ഉണ്ടായിരുന്നിട്ടില്ല. ബൽ ഹാല ബൈനഹു വബൈനഹു ദുൽമൻ വഉദ്വാനൻ, ഈ അക്രമിയുടെയും ആക്രമിക്കപ്പെട്ടവന്റെയും ഇടയിൽ അതിക്രമം മുഖേന എന്ത് ചെയ്തു? ഒരു മറ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായി. അത് തിരിച്ചു കൊടുക്കാൻ ഇവൻ സന്നദ്ധനായിരുന്നില്ല, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അവന്റെ മുന്നിൽ അവശേഷിച്ചിരുന്നില്ല. അങ്ങനെയാണ് അവൻ മരണപ്പെട്ടു പോയതെങ്കിൽ ഫത്വലബു ലഹു ഫിൽ ആഖിറ. അപ്പോ ഈ മൗറൂസിന്, ആക്രമിക്കപ്പെട്ടവന് അവന്റെ അവകാശം എന്ത് ചെയ്യും? നിലനിൽക്കും. അവനക്കും ഈ അവകാശം ലഭിക്കപ്പെടേണ്ടതുണ്ട്. അവന് അവസരം ഉണ്ടായിട്ടും അവനത് വിനിയോഗിച്ചില്ലെങ്കിൽ അവനതിനുള്ള അവകാശം ഉണ്ടാവില്ല. അവന്റെ അവകാശം അവിടെ തീർന്നുപോയി. നേരെ മറിച്ച് അവന് ചോദിക്കാനോ തിരിച്ചു പിടിക്കാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കാതെയാണ് മരണപ്പെട്ടത് പോയെങ്കിൽ നാളെ ആഖിറത്തിൽ അവന്റെ അവകാശം എന്ത് ചെയ്യും? അവിടെ നിലനിൽക്കും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം അതിന് രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങളെ വേർതിരിച്ചു പറഞ്ഞത്. അതിനുശേഷം പറയുന്നു, വഹാദ തഫ്സീലു മിൻ അഹ്സനി മാ യുഖാൽ,
ഈ പറയുന്ന തഫ്സീലിയായ വിശദമായ വിവരണമാണ് നൽകപ്പെടുന്ന മറുപടികളിൽ ഏറ്റവും നല്ല മറുപടി. അപ്പോൾ ഫഇന്നൽ മാല ഇദസ്തഗ്ലകഹു ളാലിമു അലൽ മൗറൂസ്, ഇവിടെ അക്രമി മൗറൂസിന്റെ സമ്പത്തിനെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അക്രമിയായ ആൾ അക്രമിക്കപ്പെട്ടവന്റെ, മൗറൂസ് എന്നവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തരമെടുക്കപ്പെടുന്നവൻ, അതായത് അക്രമിക്കപ്പെട്ടവന്റെ സമ്പത്തിനെയാണ് ആര് നശിപ്പിച്ചത്? അക്രമി നശിപ്പിച്ചത്. വതഅദ്ദറ അഖ്ദുഹു മിൻഹു, അത് നശിപ്പിച്ചു കളയാണ് ചെയ്തത്. ആ സമ്പത്തിനെ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത രീതിയിലായി തീർന്നു. തിരിച്ചു പിടിക്കുക എന്നുള്ളത് പ്രയാസകരവുമായി തീർന്നു. അങ്ങനെ ആ സമ്പത്തിന് എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. എങ്കിൽ സ്വാറ ബിമൻസിലത്തി അബ്ദിഹി അല്ലദീ ഖതലഹു ഖാതിലുൻ, ആ സമ്പത്ത് ഏതുപോലെയായി തീർന്നു? അത് അവന്റെ ഒരു അടിമയുടെ സ്ഥാനത്തായി. ആ അടിമയെ എന്ത് ചെയ്തു? അടിമ എന്നുള്ളത് ഒരാളുടെ സമ്പത്താണ്. ആ അടിമയെ വേറൊരാൾ വന്ന് വധിച്ചു കളഞ്ഞു. പിന്നെ വധിച്ചു കളഞ്ഞ ആ സമ്പത്തിനെ തിരികെ എടുക്കുക എന്നുള്ളത് സാധ്യമാണോ? സാധ്യമല്ല. വദാരിഹില്ലത്തി അഹറകഹാ ഗൈറുഹു, അല്ലെങ്കിൽ ഒരാളുടെ വീട്, ആ വീടിനെ ഒരാൾ നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ച് കരിച്ചു കളഞ്ഞു. പിന്നെ ആ വീടിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമാണോ? സാധ്യമല്ല. വത്വആമിഹി വശറാബിഹി അല്ലദീ അകലഹു വശരിബഹു ഗൈറു, അല്ലെങ്കിൽ ഒരാളുടെ ഭക്ഷണം പാനീയം അതിനെ വേറൊരാൾ കുടിച്ചു അല്ലെങ്കിൽ തിന്നു തീർത്തു, അതിനെ പിന്നെ തിരിച്ചു കിട്ടുക എന്നുള്ളത് സാധ്യമല്ല. അതേപോലെ ആയിരിക്കും ഈ നശിപ്പിക്കപ്പെട്ടതായ സമ്പത്ത്. അപ്പോ ഈ മദ്ലൂമിന് വേണ്ടിയിട്ട് വാലിമ നാളെ എന്ത് ചെയ്യേണ്ടി വരും? അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. അതാണ് ഇതേപോലെയാണ് ഇവിടെ എന്ത്, അതായത് ഇവിടെ സമ്പത്ത് നശിപ്പിക്കപ്പെട്ടത് മൗറൂസിന്റെയാണ്, അതായത് അക്രമിക്കപ്പെട്ടവന്റെയാണ്. ആരുടേതല്ല? വാരിസിന്റേതല്ല, അംറിന്റെ അനന്തരാവകാശിയുടേതല്ല. നേരെ മറിച്ച് ആരുടെ സമ്പത്താണ് നശിപ്പിക്കപ്പെട്ടത്? അംറിന്റെ സമ്പത്താണ് നശിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ സമ്പത്ത് നശിച്ചു പോയ സമ്പത്താണ് എങ്കിൽ, അതായത് വീണ്ടെടുക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയ സമ്പത്താണ് എങ്കിൽ അവിടെ അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന്റെ മുന്നിൽ ഉന്നയിക്കാൻ ഈ മദ്ലൂമായ വ്യക്തിക്ക് മാത്രമേ അവകാശം ഉന്നയിക്കാൻ വകയുള്ളൂ. ഫഹഖുൽ മുതാലബത്തി ലിമൻ തലിഫ അലാ മിൽക്കി, ആരുടെ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണോ ആ വസ്തുവിനെ നശിപ്പിക്കപ്പെട്ടത് അവന് മാത്രമേ ഇതിന്റെ മുതാലബത്തിനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ. ആ അവകാശം ചോദിക്കാനുള്ള അർഹത ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ആരുടെ അവകാശത്തിലുള്ളപ്പോഴാണോ അതിന് നശിപ്പിക്കപ്പെട്ടത് അവന് മാത്രം. ഇവിടെ നമ്മുടെ ഉദാഹരണത്തിൽ അമ്രിന് മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? അതിനുള്ള അവകാശം കിട്ടേണ്ടതുള്ളൂ. വാരിസിലേക്ക് എന്ത് ചെയ്യില്ല, പോവുകയില്ല. കാരണം ആ സമ്പത്ത് എന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടതാണ്, തിരിച്ചെടുക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ടു പോയി. എന്നാൽ ശേഷം പറയുന്ന മസാല ബഖിയ അൻ യുഖാൽ ഫഇദാ കാനൽ മാലു അഖാറൻ ഔ അർദൻ, ഇവൻ മോഷ്ടിച്ചതിന് അടുത്ത സമ്പത്ത് നശിപ്പിക്കപ്പെടുന്ന സമ്പത്തല്ല, തിന്നു തീർക്കാൻ പറ്റുന്ന സമ്പത്തല്ല, പിന്നെന്താണ്? അക്കാറാണ്. അക്കാർ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളോ മറ്റോ ആണ്, അല്ലെങ്കിൽ ഔ അർളൻ ഭൂമിയാണ്, ഔ അയാനൻ ഖായിമതൻ ബാഖിയതൻ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷവും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഏതെങ്കിലും വസ്തുക്കളാണ് എന്ത് ചെയ്തത്? മോഷ്ടിച്ചെടുത്തത്. എന്ത് ചെയ്തിട്ടില്ല? നശിച്ചു പോയിരിക്കുന്ന സമ്പത്തല്ല. ഫഹിയ മിൽകുൽ വാരിസി യജിബു അലൽ ഗാസിബി ദഫ്ഉഹ, അപ്പോ ഇങ്ങനെയുള്ള സമ്പത്താണ് എങ്കിൽ ഈ ആക്രമിക്കപ്പെട്ടവൻ മരിച്ചു എന്നുള്ളത് കൊണ്ട് അവകാശം ചെയ്യുന്നില്ല, തീർന്നു പോകുന്നില്ല. ഈ അവകാശം ആരിലേക്കും പോകുന്നുണ്ട്? ഇവന്റെ ആക്രമിക്കപ്പെട്ടവന്റെ അനന്തരാവകാശികളിലേക്കും ഈ അവകാശം നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗാസിബിന്റെ മേൽ, ആക്രമിച്ചെടുത്ത കൊള്ളക്കാരന്റെ മേൽ നിർബന്ധമാണ് ദഫ്ഉഹ ഇലൈഹി കുല്ല വഖത്തിൻ, ഏത് സമയത്താണെങ്കിലും ഈ ആക്രമിക്കപ്പെട്ടവൻ മരിച്ചാലും ഇല്ലെങ്കിലും അതെന്ത് ചെയ്യണം? വാരിസിലേക്ക് ദഫ്ഉ ചെയ്യുക, വീട്ടുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമാണ്. ഫഇദാ ലം യദ്ഫഅ ഇലൈഹി അഅയാന മാലിഹി, അങ്ങനെ അവന്റെ ഈ സമ്പത്ത് തിരിച്ചു വീട്ടിയിട്ടില്ല എങ്കിൽ ഇസ്തഹഖൽ മുതാലബത ബിഹാ ഇൻദല്ലാഹി തആല കമാ യസ്തഹഖുൽ മുതാലബത ബിഹാ ഫിദ് ദുനിയ, അത് അല്ലാഹുവിന്റെ അടുക്കൽ ഇതിനുള്ള അവകാശം ചോദിക്കാനുള്ള അർഹത എന്തുണ്ടാവും? ഈ വാരിസിനും ഉണ്ടാകും. കാരണം ഈ സമ്പത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഇവന്റെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന സമ്പത്തായിരുന്നു. അതുകൊണ്ട് ഈ വാരിസിനും അത് ചോദിക്കാനുള്ള അവകാശം എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. ഈ മൗറൂസ് മരണപ്പെട്ടപ്പോ, ആക്രമിക്കപ്പെട്ടവൻ മരണപ്പെട്ടപ്പോ ഈ സമ്പത്ത് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് ആരുടെ സമ്പത്തായി മാറി? വാരിസിന്റെ സമ്പത്തായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവനും അള്ളാഹുവിന്റെ അടുക്കൽ ആ അവകാശം എന്ത് ചെയ്യാം? ചോദിക്കാം എന്നുള്ളതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിന് നൽകിയിരിക്കുന്ന വിശദാംശം.
വഹാദാ സുആലുൻ ഖവിയ്യുൻ ലാ മഖ്ലസ മിൻഹു ഇല്ലാ ബിഅൻ യുഖാൽ. ഇത് ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ് പ്രബലമായ. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യമല്ല ഇങ്ങനെയല്ലാതെ, ഈ മറുപടിയല്ലാതെ. അതായത് അൽ മുതാലബത്തു ലഹുമാ ജമീഅൻ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വാരിസിനും അവകാശം ചോദിക്കാനുള്ള അവകാശമുണ്ട്, ശേഷം വരുന്ന അക്രമിക്കുമുണ്ട്, ആക്രമിക്കപ്പെട്ടവനുമുണ്ട്, ആക്രമിക്കപ്പെട്ടവന്റെ വാരിസീങ്ങൾക്കും മുതാലബത്തിനുള്ള അവകാശമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ അമ്രിനും ചോദിക്കാൻ പറ്റും, അമ്രിന് ശേഷം വരുന്ന അനന്തരാവകാശികൾക്കും ഇതിനുള്ളതായ അവകാശമുണ്ടാവും. കമാ ഏതുപോലെ ലൗ ഗസബ മാലൻ മുഷ്തറകൻ ബൈന ജമാഅത്തിൻ, ഒരു സമ്പത്ത് കുറെ ആളുകളുടെ ഇടയിൽ പാർട്ണറായിട്ട് ഉള്ള കൂട്ടവകാശം ഉണ്ടായിരുന്ന ഒരു സ്വത്താണ്. അതിനെന്ത് ചെയ്തു? ഒരാള് മോഷ്ടിച്ചെടുത്തു എങ്കിൽ ഇസ്തഹഖ കുല്ലും മിൻഹുൽ മുതാലബത ലിഹഖിഹി മിൻഹു, അതിൽ ആർക്കെല്ലാം അവകാശം ഉണ്ടായിരുന്നോ, പങ്കാളിത്തം ഉണ്ടായിരുന്നോ, അവർക്കെല്ലാം ഇതിന്റെ അവകാശം എന്ത് ചെയ്യാം? ചോദിക്കാനുള്ള അർഹതയുണ്ട്. കമാ ലവിസ്തൗല അലാ വഖഫിൻ മുറത്തബിൻ അലാ ബുതൂനിൻ ഫഅബ്തല ഹഖൽ ബുതൂനി കുല്ലിഹിം മിൻഹു. വേറെയും ഒരു ഉദാഹരണം, ഒരാൾ ഒരു വഖഫിന്റെ മേലുള്ള അധികാരം ഏറ്റെടുത്തു. വഖഫ് മുറത്തബിൻ അലാ ബുതൂനിൻ, കുറെ ആളുകളുടെ അന്നം അതിലുണ്ടായിരുന്നു. അതായത് ഒരു കുറെ മിസ്കീന്മാർക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വഖഫാണ്. ഇത് ഒരാൾ ഏറ്റെടുത്തു അതിന്റെ അവകാശം. എന്നിട്ട് ധാരാളം ബാക്കിയുള്ള ആളുകളുടെ മേലുള്ള അവകാശത്തെ അയാൾ ബാത്തിലാക്കി കളഞ്ഞു. ആരുടെ മേലെല്ലാം കൊടുത്തിട്ടുണ്ടോ അവർക്കൊന്നും അതിന്റെ അവകാശം കൊടുത്തിട്ടില്ല. അവൻ മാത്രം എന്ത് ചെയ്തു? അതിന്റെ അധികാരം ഏറ്റെടുത്തു. ബാക്കിയുള്ള ആളുകളുടെ എല്ലാം അവകാശത്തെ ബാത്തിലാക്കി കളഞ്ഞാൽ കാനത്തിൽ മുതാലബത്തു യൗമൽ ഖിയാമത്തിൽ ജമീഇഹിം, ആർക്കെല്ലാം അവകാശപ്പെട്ടതായിരുന്നു അത് അവരെല്ലാം നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് ഇതിന്റെ അവകാശത്തെ കുറിച്ച് ചോദിക്കും. വലം യകുൻ ബഅദുഹും ഔലാ ബിഹാ മിൻ ബഅദിൻ വല്ലാഹു അലം. അപ്പോ ചിലർക്ക് ചിലരേക്കാൾ യാതൊരു അർഹതയില്ല. അപ്പോ ആ കൂട്ടുസമ്പത്താണ്, അത് ആരെങ്കിലും മോഷ്ടിച്ചെടുത്താൽ ആരുടെയെല്ലാം അവകാശത്തിലായിരുന്നു അതുണ്ടായിരുന്നത് അവർക്കെല്ലാം വേണ്ടിയിട്ട് നാളെ എന്ത് ചെയ്യേണ്ടി വരും? മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഷെയ്ഖ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, അതിൽ കൊലപാതകത്തിന്റെ ഗൗരവം ഉണർത്തുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അക്രമത്തിൽ രണ്ട് ഇനമാണ് ഇപ്പൊ പറഞ്ഞു. ഒന്ന് കൊലപാതകം, പിന്നെ സാമ്പത്തികമായിട്ടുള്ളതായ അക്രമം. അതിനുശേഷം ഇമാമുകൾ പറയുകയാണ്, വലമ്മാ കാനത് മഫ്സദത്തുൽ ഖത്ലി ഹാദിഹിൽ മഫ്സദ, കൊലപാതകത്തിന്റെ നാശം നേരത്തെ വിവരിക്കപ്പെട്ടതുപോലുള്ള നാശമായതിനാൽ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. കൊലപാതകത്തിന്റെ മഫ്സദത്ത്, അത് മുഖേന ഉണ്ടാകുന്ന അപകടം, നാശം വളരെ വിപുലമാണ്. മനുഷ്യൻ അതിന്റെ പേരിൽ വളരെയധികം ഖേദിക്കേണ്ടി വരും, തീരാത്ത ഖേദം അവന് ഉണ്ടാകേണ്ടി വരും. ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഖേദിക്കേണ്ടി വരും എന്നുള്ള കാരണത്താൽ ഓമിൻ അജ്ലി ദാലിക്, അക്കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായീലുകളുടെ മേൽ നിയമമാക്കി. എന്താണ്? ആരെങ്കിലും ഒരു ജീവനെടുത്താൽ അവൻ അർഹതയില്ലാതെ, അവകാശമില്ലാതെ ഒരാൾ വേറൊരാളുടെ ജീവനെടുത്തു, അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിന്റെ കാരണത്താലല്ലാതെ വെറുതെ ഒരു കാരണവുമില്ലാതെ ഒരാൾ കൊന്നാൽ അവൻ സകല ജനങ്ങളെയും കൊന്നവനെ പോലെയാണ്. ഒരാൾ വേറൊരാൾക്ക് ജീവിക്കാനുള്ള ജീവൻ മരണത്തിൽ രക്ഷപ്പെടുത്തി, അങ്ങനെയാണെങ്കിൽ സകല ജനങ്ങളെയും രക്ഷപ്പെടുത്തിയതിന് തുല്യനാണ് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കൊലപാതകത്തിന്റെ വളരെ ഗൗരവം നിറഞ്ഞ ഒരു അപകടമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു ജീവൻ അനർഹമായി കൊണ്ടെടുത്താൽ അവൻ സകല ജനങ്ങളെയും കൊന്നൊടുക്കുന്നതിന് തുല്യമാണ്. ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം ഇമാം അവറുകൾ ഇവിടെ ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കുകയാണ്. വഖദ് അഷ്കല ഫഹ്മു ഹാദാ അലാ കസീരിൻ മിനൻ നാസ്, ഇതിനെ മനസ്സിലാക്കുന്നിടത്ത് ധാരാളം ജനങ്ങൾക്ക് ചില ഇഷ്കാലുകൾ പിണഞ്ഞിട്ടുണ്ട്, സംശയങ്ങൾ പിണഞ്ഞിട്ടുണ്ട്. വഖാൽ, എന്നിട്ട് അവര് പറയുന്നു, മഅലൂമുൻ അന്ന ഇസ്മ ഖാതിലി മിഅത്തിൻ അഅളമു ഇൻദല്ലാഹി മിൻ ഇസ്മി ഖാതിലി നഫ്സിൻ വാഹിദ. ഒരാൾ ഒരു നഫ്സിനെ കൊന്നു, ഒരു ജീവനെ കൊന്നു. അങ്ങനെ കൊന്നാൽ
അള്ളാഹുവിന്റെ അടുക്കൽ 100 വ്യക്തികളെ കൊല്ലുന്നതാണ് ഒരു വ്യക്തികളെ കൊല്ലുന്നതിന്റെ പാപത്തേക്കാൾ കാഠിന്യമേറിയത് എന്നുള്ളത് ആവമായത് എന്നത് അറിയപ്പെട്ട കാര്യമാണ്. ഇതാണ് സംശയം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരാൾ ഒരു വ്യക്തിയെ അനർഹമായി കൊന്നാൽ മുഴുവൻ ജനങ്ങളെയും കൊന്നതിന് തുല്യമാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ സംശയം എന്താണ്? ഒരാൾ ഒരു വ്യക്തിയെ കൊല്ലുന്നതിനേക്കാളും എങ്ങനെ വന്നാലും ആവമായ ഗുരുതരമായിരിക്കുന്ന കാര്യമാണെന്ത്? 100 വ്യക്തികളെ കൊല്ലുക എന്നുള്ളത്. അതെങ്ങനെ വന്നാലും ഗൗരവമേറിയത് തന്നെയാണ്. ഒരാളെ കൊല്ലുന്നതാണോ ഗൗരവമേറിയത്? അതല്ല, അതിനേക്കാളും ഗൗരവമേറിയതല്ലേ 100 ആളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ? ഇത് സംശയമില്ലാത്ത കാര്യമാണ്, അറിയപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ശൈഖ് അവറുകൾ പറയാണ്, ഇങ്ങനെ ഒരു ഇഷ്കാലുണ്ടാകാൻ കാരണം എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരാളെ കൊന്നാൽ മുഴുവൻ ജനങ്ങളെയും കൊന്നവന് തുല്യനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ ആളുകൾക്ക് സംശയം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഒരാളെ കൊന്നാലും ഒരേപോലെയാണോ, 100 ആളെ കൊന്നാലും ഒരേപോലെയാണോ എന്നൊരു സംശയം എന്ത് ചെയ്യുന്നുണ്ട്? ഉടലെടുക്കുന്നുണ്ട്. ആ സംശയം ദൂരീകരിക്കുകയാണ്. ഇത് അവർ ഈ താരതമ്യം ചെയ്തപ്പോൾ ഉണ്ടായ അവരുടെ ധാരണ പിശകിന്റെ കാരണത്താൽ വന്നിരിക്കുന്ന സംശയമാണ്. ഈ പാപത്തിന്റെ മിഖ്ദാറിനെ സംബന്ധിച്ച്, അളവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഉഖൂബത്തിന്റെ ശിക്ഷയുടെ അളവിനെ സംബന്ധിച്ച് അവർ തശ്ബീഹ് ചെയ്തപ്പോൾ, താരതമ്യം ചെയ്തപ്പോൾ ഉണ്ടായ അവരുടെ ധാരണ പിശകാണ്. വല്ലഫ്ളു ലം യദുല്ല അലാ ഹാദാ, ഈ പറയപ്പെട്ടിരിക്കുന്ന ലഫ്ള്, പദങ്ങൾ ഇവരീ പറയുന്ന ആശയത്തെ നൽകുന്നില്ല. അതായത് 100 ആളുകളെ കൊന്നവനും ഒരാളെ കൊന്നവനും തുല്യനാണ് എന്നുള്ള ആശയം എന്ത് ചെയ്യുന്നില്ല? ഇത് നൽകുന്നില്ല. വലാ യൽസമു മിൻ തശ്ബീഹി ശൈഇ ബിശൈഇ അഖ്ദുഹു ബിജമീഇ അഹ്കാമി, ഒരു വസ്തുവിനെ വേറൊരു വസ്തുവുമായിട്ട് തുലനം ചെയ്താൽ, താരതമ്യപ്പെടുത്തിയാൽ, ആ താരതമ്യം ചെയ്യപ്പെട്ടതിന്റെ എല്ലാ ഹുക്കുമുകളും ഇതിനും ബാധകമാണെന്ന് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, അനിവാര്യമായി തീരുന്നില്ല. ഒരു വസ്തുവിനെ വേറൊരു വസ്തുവിലേക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി താരതമ്യം ചെയ്യാം, പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റുമോ? അത് നിർബന്ധമില്ല. അങ്ങനെ ആവുക എന്നുള്ള നിർബന്ധമില്ല. എന്നിട്ട് ശൈഖ് അവർ വിശദീകരിക്കുകയാണ്, ഉദാഹരണങ്ങൾ പറയുകയാണ്. ഏതുപോലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ, ഖിയാമത്ത് നാളിന്റെ ഭീകരത അവർ കാണുന്ന സമയത്ത് അവർക്ക് തോന്നിപ്പോകും, അവർ ഭൂമിയിൽ ഒരു അശിയ്യത്ത് അല്ലെങ്കിൽ ഒരു ദുഹ, ഒരു വൈകുന്നേരം മാത്രമാണ് ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രഭാതം മാത്രമേ ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്നവർക്ക് എന്ത് ചെയ്യും? തോന്നിപ്പോകും. അതിന്റെ അർത്ഥം അവർ ഒരു പ്രഭാതം മാത്രമാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളൂ എന്നാണോ അർത്ഥം? അല്ല. വഖാൽ, അതേപോലെ അള്ളാഹു പറയുന്നു, കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ, അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന ഖിയാമത്ത് നാൾ അവർ കാണുന്ന സമയത്ത് ലം യൽബസു ഇല്ലാ സാഅതൻ മിൻ നഹാർ, പകലിന്റെ കുറച്ച് സമയമല്ലാതെ ഭൂമിയിൽ അവർ ജീവിച്ചിട്ടില്ല എന്നവർക്ക് എന്ത് ചെയ്യും? തോന്നിപ്പോകും. വദാലിക ലാ യൂജിബു അന്ന ലുബ്സഹും ഫിദ്ദുനിയാ ഇന്നമാ കാന ഹാദൽ മിഖ്ദാർ, ഇതിന്റെ അർത്ഥം എന്തല്ല, അവർ ഭൂമിയിൽ പകലിന്റെ കുറച്ച് സമയം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഒരർത്ഥം നൽകുന്നുണ്ടോ? അത് നൽകുന്നില്ല. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം മാത്രമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു രാവിലെ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്നുള്ള അർത്ഥം അവിടെ നൽകുന്നുണ്ടോ? ഒരിക്കലും നൽകുന്നില്ല. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ, ഒരാൾ ജമാഅത്തായിട്ട് ഇശാ നമസ്കരിച്ചു, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ എന്തുപോലെയാണ്? രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവന് തുല്യനാണ്. വമൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഒരാൾ ഫജ്റും കൂടിയിട്ട് എന്ത് ചെയ്തു? ഇശാഇന്റെ കൂടെ ഫജ്റും കൂടി ജമാഅത്തായിട്ട് നമസ്കരിച്ചു, എങ്കിൽ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ല, രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. ഐ മഅൽ ഇശാഇ കമാ ജാഅ ഫീ ലഫ്ദിൽ ആഖർ, അതായത് ഇശാഇന്റെ കൂടെ ഫജ്റും കൂടി നമസ്കരിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിന് തുല്യമാണ്. വഅസ്റഹു മിൻ ഹാദാ ഖൗലു, ഇതിനേക്കാൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മൻ സ്വാമ റമദാന, ഒരാൾ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, വഅത്ബഅഹു ബിസിത്തിൻ മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6 നോമ്പിനെ അതിനോട് തുടർത്തി 6 നോമ്പും കൂടി എടുത്തു, ഫകഅന്നമാ സ്വാമ അദ്ദഹർ, അവൻ വർഷം മുഴുവനും അനുഷ്ഠിച്ചവനെ പോലെയാണ്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും പാരായണം ചെയ്താൽ, ഫകഅന്നമാ ഖറഅ സുലുസൽ ഖുർആൻ,
ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തതിനെ പോലെയാണ് ഇന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? വമഅലൂമുൻ, ഇവിടെ അറിയപ്പെട്ട കാര്യമാണ്, അന്ന സവാബ ഫാഇലി ഹാദിഹിൽ അഷ്യാ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നവന്റെ പ്രതിഫലം എന്നുള്ളത് ലം യബ്ലുഗ് സവാബൽ മുശബ്ബഹി ബിഹി, എന്തിനോടാണോ അതിനെ തുലനം ചെയ്യപ്പെട്ടത് അതിന്റെ പ്രതിഫലത്തിലേക്ക് ഇവൻ എത്തുകയില്ല എന്നത് അറിയപ്പെട്ട കാര്യമാണ്. ഒരാൾ രാത്രി മുഴുവൻ നമസ്കരിച്ചു, അങ്ങനെ നമസ്കരിക്കുന്നവന്റെ പ്രതിഫലം ഇഷാവും സുബ്ഹും ജമാഅത്തായിട്ട് നമസ്കരിച്ചവന് കിട്ടുമോ? കിട്ടുകയില്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ വർഷത്തിൽ അധികവും ഒരാൾ നോമ്പെടുക്കുന്നു, അങ്ങനെ നോമ്പെടുക്കുന്നവന് കിട്ടുന്ന അതേ പ്രതിഫലം ആർക്കുണ്ടാവൂല, അതേ ശ്രേഷ്ഠത ആർക്കുണ്ടാവൂല. റമദാനിലും ഷവ്വാലിലും 6 മാത്രം നോമ്പ് അനുഷ്ഠിച്ച ആൾക്ക് കിട്ടൂല എന്നുള്ള കാര്യം അറിയപ്പെട്ട കാര്യമാണ്. വലൗ കാന ഖദ്ർ ഫയകൂനു ഖദ്റുഹുമാ സവൻ, അങ്ങനെ രണ്ടുപേരുടെയും അളവ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഒരേ തുല്യതയിലായി തീരുകയില്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വലൗ കാന ഖദ്റു സവാബി സവാഅൻ ലം യകുൻ ലിമുസല്ലിൽ ഇശാഇ വൽ ഫജ്രി ജമാഅതൻ ഫീ ഖിയാമിൽ ലൈലി മൻഫഅത്തുൻ ഗൈറു തഅബി വൻ നസ്ബ്, അങ്ങനെയായിരുന്നുവെങ്കിൽ, ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരുപോലെയായിരുന്നുവെങ്കിൽ, സുബ്ഹും ഇഷാവും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നീട് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നതിന് ഒരു ഫലം ഉണ്ടാവില്ല. അത് വെറും ക്ഷീണം പിടിപ്പിക്കാമെന്നുള്ളതല്ലാതെ വേറൊരു ഫലമില്ലാന്നേ. ഒരാള് സുബ്ഹും ഇഷാവും എന്ത് ചെയ്യുന്നു? ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു. അവന് ഖിയാമുൽ ലൈൽ നമസ്കരിക്കല് പ്രതിഫലാർഹമായ കാര്യമാണ്. ഇവരുടെ രണ്ടുപേരുടെയും രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവന്റെയും ഇഷാവും സുബ്ഹും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവനും ലഭിക്കുന്ന പ്രതിഫലം ഒരേപോലെയായിരുന്നുവെങ്കിൽ ഇവന് പിന്നെ രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ടോ? അതിലൊരു ഫലമില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ഒരിക്കലും എന്തല്ല, അങ്ങനെയല്ല. ഇവർ രണ്ടുപേരുടെയും പ്രതിഫലത്തിൽ എന്തുണ്ട്? ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം അവർ ഒരു കാര്യം പറയുകയാണ്, വമാ ഊതിയ അഹദുൻ ബഅദൽ ഈമാനി അഫ്ളല മിനൽ ഫഹ്മി അനില്ലാഹി വറസൂലിഹി, ഒരാൾക്ക് ഈമാനിന് ശേഷം ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹവും നൽകപ്പെടുന്നില്ല അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചുമുള്ള ശരിയായ ഫഹ്മല്ലാതെ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ യഥാവിധം ഫഹ്മ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഒരാൾക്ക് ഈമാൻ നൽകപ്പെട്ടാൽ അതിനുശേഷം അവന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിപുലമായ ശ്രേഷ്ഠമായതാണെന്ത്? ഇതുപോലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും ദീനിയായ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളത് എന്താണ്? വലിയൊരു ഫദ്ലാണ്. വദാലിക ഫദ്ലുല്ലാഹി യുതിഹി മൻ യശാ, അത് അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവന് കൊടുക്കുന്ന ഫദ്ലാണ്. അതിനുശേഷം ശൈഖ് അവർ പറയുകയാണ്, ഫഇൻ ഖീൽ, അപ്പോൾ ചോദിക്കപ്പെട്ടാൽ, ഫഫി അയ്യി ഷൈഇൻ വഖഅ തശ്ബീഹു ബൈന ഖാതിലി നഫ്സിൻ വാഹിദത്തിൻ വഖാതിലി നാസ് ജമീഅ. അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കൊല്ലുന്നവനെ മുഴുവൻ ജനങ്ങളെയും കൊല്ലുന്നവന് സമമായിട്ട് തുലനപ്പെടുത്തിയത്? എന്ത് അർത്ഥത്തിലാണ്? അതിന്റെ ഇടയിലുള്ളതായ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഫഫീഹി ഫീ വുജൂഹിൻ മുതഅദ്ദിദ, എണ്ണമറ്റ കാരണങ്ങളുണ്ട്. ഒരാൾ ഒരു മനുഷ്യനെ കൊന്നു, ഒരു മനുഷ്യനെ കൊന്നവൻ മുഴുവൻ ജനങ്ങളെയും കൊന്നവന് തുല്യനായി തീരാനുള്ളതായ ന്യായം എന്താണ്? അതിനുള്ള ന്യായങ്ങൾ എന്താണ്? ധാരാളമുണ്ട്. ഇതിന്റെ അർത്ഥം ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവ് തുല്യമാണെന്നാണോ? അല്ല. ഇവർക്ക് രണ്ടുപേർക്കും ലഭിക്കുന്ന ശിക്ഷയുടെ അളവ് തുല്യമാണെന്നാണോ? അതുമല്ല. എന്നാൽ അത് രണ്ടുമല്ലെങ്കിലും ഇവർ രണ്ടുപേരെയും തുലനം ചെയ്യപ്പെടാൻ പറ്റുന്ന വേറെയും ധാരാളം എന്തുണ്ട്? ന്യായങ്ങളുണ്ട്. ആ ന്യായമാണ് എന്ത് ചെയ്യുന്നത്? വിശദീകരിക്കപ്പെടുന്നത്. എന്താണത്? അഹദുഹ, അതിൽ ഒന്നാമത്തേത്, അന്ന കുല്ലം മിൻഹുമാ ആസിൻ ലില്ലാഹി വറസൂലി, മുഴുവൻ മനുഷ്യരെ കൊന്നവനും ഒരാളെ കൊന്നവനും ചെയ്തിരിക്കുന്ന പണി എന്താണ്? അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു എന്നുള്ളതാണ്, അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. ഒരാളെ കൊന്നു, വേറൊരാൾ 10 ആളെ കൊന്നു. രണ്ടാളും ചെയ്തിരിക്കുന്ന പണി എന്താണ്? അത് തമ്മിൽ തുലനം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? രണ്ടാളും അള്ളാഹുവിനോട് അനുസരണക്കേടാണ് കാണിച്ചിരിക്കുന്നത്. മുഖാലിഫുൽ അംരി, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരാണ് പ്രവർത്തിച്ചത്. ആ കാര്യത്തിൽ രണ്ടാളും എന്താണ്? തുല്യരാണ്. മുതഅല്ലിമുൽ ലിഉഖൂബത്തിഹി, അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവനെ തന്നെ വിധേയനാക്കി എന്നുള്ളതിൽ എന്താണ്? രണ്ടാളും തുല്യനാണ്.
വകുല്ലും മിൻഹുമാ ഖദ് ബാഅ ബിഗദബിൻ മിനല്ലാഹി വലഅനതി. ഒരാളെ കൊന്നവനും 100 ആളെ കൊന്നവനും അള്ളാഹുവിന്റെ കോപത്തിനും അവന്റെ ശാപത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഇരയായിട്ടുണ്ട്. വസ്തിഹഖാഖിൽ ഖുലൂദി ഫീ നാരി ജഹന്നം, ജഹന്നമിൽ ശാശ്വതനാകാനുള്ള അർഹതയും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട്. വഇഅദാദിഹി അദാബൻ അദീമ, അതികഠിനമായ ശിക്ഷ അള്ളാഹു ഒരു മുഅ്മിനെ കൊല്ലുന്നവൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതും എന്താണ്? ഇവർക്ക് രണ്ടാൾക്കും തുല്യമാണ്. വഇന്നമ തഫാവുതു ഫീ ദറജാത്തിൽ അദാബ്, എന്നാൽ അദാബിന്റെ ദറജകളിൽ ചിലപ്പോൾ ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഫലൈസ ഇസ്മു മൻ ഖതല നബിയൻ ഔ ഇമാമൻ ആദിലൻ ഔ ആലിമൻ യഅ്മുറു الناس بالقسط കമൻ കഇസ്മി മൻ ഖതല മൻ ലാ മസിയ്യത ലഹു മിൻ അഹാദിൻ നാസ്. ഒരാൾ ഒരു നബിയെ കൊന്നു, അല്ലെങ്കിൽ ഒരു നീതിമാനായ ഭരണാധികാരിയെ കൊന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ആലിമിനെ കൊന്നു. അങ്ങനെ കൊന്നയാൾ അവന്റെ ശിക്ഷ, അവന്റെ പാപം ഇതൊന്നുമില്ലാത്ത വെറും ഒരു മനുഷ്യനെ കൊന്നതിന്റെ പാപമായിരിക്കില്ല, അതിനുള്ള ശിക്ഷയായിരിക്കില്ല. ശിക്ഷയിൽ ചിലപ്പൊന്നുണ്ടാവും, ഏറ്റക്കുറച്ചിലുണ്ടാകും. എന്നാലും ഇവര് തമ്മിൽ എന്തുണ്ട്? കുറെ സാമ്യതകളുണ്ട്. ആ സാമ്യതകൾ എന്തെല്ലാമാണ്? ഇവരെല്ലാവരും അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിച്ചിരിക്കുന്നു, അവരുടെ കൽപ്പനയെ എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പനയ്ക്ക് എതിര് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് തന്നെ വിധേയനാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും ഇരയായിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം എന്താണ്? ഇവരെല്ലാം തുല്യരാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണം അന്നഹുമാ സവാഉൻ ഫി ഇസ്തിഹഖാഖ് ഇസ്ഹാഖിൻ നഫ്സ്, ഇവർ രണ്ടുപേരും കൊല ചെയ്യപ്പെടാൻ അർഹനായിരിക്കുന്നു എന്നുള്ള കാരണത്താലും തുല്യരാണ്. ഒരാളെ കൊന്നവനും എന്ത് ചെയ്യപ്പെടും? ഖിസാസ് എടുക്കപ്പെടും, തിരിച്ചവനെ കൊല്ലപ്പെടും. 100 ആളെ കൊന്നവനും എന്ത് ചെയ്യപ്പെടും? കൊല ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവൻ ഒരാളെ കൊന്നുള്ളൂ എന്നുള്ളതിനാൽ ഇവനെ വെറുതെ വിട്ടേക്കാമോ? പറ്റൂല. 100 ആളെ കൊന്നവനെയും കൊല്ലും, ഒരാളെ കൊന്നവനെയും എന്ത് ചെയ്യും? അവ രണ്ടുപേരും കൊല ചെയ്യപ്പെടാൻ അർഹനായി എന്നുള്ള കാരണത്താൽ രണ്ടുപേരും എന്താണ്? തുല്യം തന്നെയാണ്. അസാലിസ്, മൂന്നാമത്തെ കാരണം അന്നഹുമാ സവാഉൻ ഫിൽ ജറാഅതി അലാ സഫ്കി ദമിൽ ഹറാം, ഇവർ രണ്ടുപേരും നിഷിദ്ധമായ രക്തം ചിന്തുക എന്നുള്ളതിന്റെ മേൽ ധൈര്യം കാണിച്ചു എന്നതിൽ ഇവർ സമന്മാരാണ്. നിഷിദ്ധമായ രീതിയിൽ ഒരാളെ കൊല്ലുക എന്നുള്ളതിൽ ധൈര്യം കാണിച്ച ആളാണ്. 100 ആളെ കൊന്നവനും മുഴുവൻ മനുഷ്യരെ കൊന്നവനും ഒരാളെ കൊന്നവനാണെങ്കിലും ഇതിനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളത് എന്താണ്? അപകടം പിടിച്ച കാര്യം തന്നെ. ഇതിൽ ഇവർ രണ്ടാളും എന്താണ്? ഒന്നാണ്. ഫഇന്ന മൻ ഖതല നഫ്സൻ ബിഗൈരി ഇസ്തിഹഖാഖിൻ, ഒരാൾ വേറൊരാളെ ഒരു അവകാശവുമില്ലാതെ കൊന്നാൽ, ബൽ ലിമുജറദിൽ ഫസാദി ഫിൽ അർദ്, എന്നല്ല വെറുതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊന്നത്, ഔലി അഖ്ദി മാലി, അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്കിൽ ഫഇന്നഹു യജ്തരിഉ അലാ ഖത്ലി കുല്ലി മൻ ളഫറ ബിഹി വഅംകനഹു ഖത്ലുഹു, എന്നാൽ ഇവന് കീഴ്പ്പെടുത്താൻ പറ്റുന്ന, ഇവന് കൊല ചെയ്യപ്പെടാൻ പറ്റുന്ന വേറെയാളെയും കൊല്ലാൻ ഇവൻ എന്ത് ചെയ്യും? ധൈര്യപ്പെടും. ഇവൻ ഒരാളെയാണ് ഇപ്പൊ കൊന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവനക്ക് വേറെ ആരെയെല്ലാം കൊല്ലാൻ സൗകര്യം കിട്ടുന്നുവോ, അതിനെ അതിജയിക്കാനുള്ള കഴിവ് കിട്ടുന്നുവോ, അതിനെല്ലാം എന്ത് ചെയ്യും? കൊല്ലാനുള്ള ധൈര്യം ആർക്കുണ്ട്? ഇവനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഫഹുവ മുആദിൽ ലിന്നൗഇൽ ഇൻസാനി, മനുഷ്യവർഗത്തിന് തന്നെ ശത്രുവാണ് ആര്? ഇവൻ. ഒരാളെയാണ് ഇവൻ കൊന്നുള്ളൂ എങ്കിലും ഇവനക്ക് കഴിയുകയാണെങ്കിൽ 100 ആളെ കൊല്ലാനും ഇവൻ എന്ത് ചെയ്യും? മെനക്കെടും. അതിനുള്ള ധൈര്യം കാണിച്ചവനാണ് ഇവൻ. അക്കാരണത്താൽ മുഴുവൻ മനുഷ്യരെ കൊല്ലുന്നവനും ഒരാളെ കൊല്ലുന്നവനും എന്താണ്? ഒരേപോലെയാണ്, സമമാണ്. അതാണ് ആയത്തിന്റെ എന്ത് താല്പര്യം. വീണ്ടും വമിൻഹാദിൽപ്പെട്ടതാണ് ഇവർ മുഴുവൻ മനുഷ്യരെയും കൊന്നവനും ഒരാളെ കൊന്നവനും തുല്യനാണ് എന്നുള്ളതിന് വേറൊരു കാരണമാണ് അന്നഹു യുസമ്മ ഖാതിലൻ, മുഴുവൻ മനുഷ്യനെ കൊന്നവനെയും ഖാതിൽ എന്ന് പറയും, കൊലയാളി എന്ന് പറയും. ഒരാളെ കൊന്നവനെ എന്തെന്ന് പറയും? കൊലയാളി എന്ന് തന്നെ പറയണ. ഔ ഫാസിഖൻ ഔ ളാലിമൻ, അല്ലെങ്കിൽ തെമ്മാടി എന്ന് പറയും, അക്രമി എന്ന് പറയും. ഔ ആസിയൻ, അല്ലെങ്കിൽ പാപി എന്ന് പറയും. ബിഖത്ലിഹി വാഹിദൻ, ഒരാളെ കൊന്നാലും അവൻ അങ്ങനെ പറയും. കമാ യുസമ്മ കദാലിക ബിഖത്ലിഹി الناس ജമിഅ, മുഴുവൻ ജനങ്ങളെ കൊന്നാലും അവനെയും വിളിക്കുന്ന പേരെന്താണ്? കൊലയാളി എന്നാണ്. ഒരാളെ കൊന്നാൽ അവനെ വിളിക്കുന്ന പേരെന്താണ്? കൊലയാളി എന്ന് തന്നെയാണ്. അപ്പൊ ഈ പേര് കിട്ടുന്നു എന്നുള്ള കാരണത്താലും ഇവർ തമ്മിൽ എന്താണ്? തുല്യരാണ്. ഒരാളെ കൊന്നു,
എന്നാൽ അവൻ മുഴുവൻ ആളെ കൊല്ലുന്നതിന് തുല്യമാണ്. കാരണം ആരെ കൊന്നാലും അവൻ എന്തായി മാറുന്നുണ്ട്? കൊലയാളിയായി മാറുന്നുണ്ട്. കൊലയാളി എന്നുള്ള പേര് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാരണത്താൽ. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളിൽപ്പെട്ടതാണ് അന്നല്ലാഹു സുബ്ഹാനഹു ജഅലൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതവാസുലിഹിം കൽ ജസദിൽ വാഹിദ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് അവരുടെ പരസ്പരം സ്നേഹത്തിന്റെ കാര്യത്തിൽ, പരസ്പരമുള്ള കരുണയുടെ കാര്യത്തിൽ, പരസ്പരം ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിലെല്ലാം ഒരൊറ്റ ശരീരമായിട്ടാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്, വിശ്വാസികളെ ആക്കിയിരിക്കുന്നത്. ഇദഷ്തകാ മിൻഹു ഉദുവുൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിൽ ഹുമ്മാ വസ്സഹർ. ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്ത് ചെയ്തു? ഒരു രോഗം ബാധിച്ചു. എന്നാൽ ശരീരത്തിന്റെ മറ്റുള്ള അവയവങ്ങളെല്ലാം തന്നെ പനി ബാധിക്കുന്നതിനാൽ, ഉറക്കമൊഴിക്കുന്നതിനാൽ എന്ത് ചെയ്യപ്പെടും? മറ്റുള്ള അവയവത്തിനോട് കൂടെ കൂടും, സഹകരിക്കും. ഒരാളുടെ കൈക്കൊരു അപകടം ഉണ്ടായി, എന്നാൽ ഈ കൈക്ക് മാത്രമാണ് അതിന്റെ പ്രയാസം. ആ ശരീരത്തിന് മുഴുവനും എന്തുണ്ട്? അതിന്റെ പ്രയാസമുണ്ട്. അപ്പൊ ഒരൊറ്റ ശരീരം പോലെയാണ് മുഴുവൻ മുഅ്മിനീങ്ങളും. അപ്പോ ഫഇദാ അത്ലഫൽ ഖാതിലു മിൻ ഹാദൽ ജസദി ഉദ്വൻ, ഈ കൊലയാളി, ഈ മുഅ്മിനീങ്ങൾ മുഴുവൻ ഒറ്റ ശരീരമാണ്. ആ ശരീരത്തിൽ നിന്ന് ഒരു അവയവത്തെ എന്ത് ചെയ്തപ്പോൾ? നശിപ്പിച്ചപ്പോൾ, ഒരു മുഅ്മിനിനെ കൊന്നപ്പോൾ ഫകഅന്നമാ അത്ലഫ സായിറൽ ജസദ്, ആ മുഴുവൻ ശരീരത്തെയും നശിപ്പിച്ചതിന് തുല്യമായി. ഒരു മുഅ്മിനെയാണ് അവൻ കൊന്നോളൂ, പക്ഷെ മുഴുവൻ മുഅ്മിനീങ്ങളെയും കൊന്നതിന് തുല്യമായി അവൻ. കാരണം മുഴുവൻ മുഅ്മിനീങ്ങളെയും ഒറ്റ ശരീരമാണ്. വആലമ ജമീഅ അഅദാഇ, മുഴുവൻ അവയവങ്ങളെയും വേദനിപ്പിച്ചതിന് തുല്യമായി. ഫമൻ ആദാ മുഅ്മിനൻ വാഹിദൻ ഫകഅന്നമാ ആദാ ജമീഅൽ മുഅ്മിനീൻ. അപ്പോ ഒരാൾ ഒരു മുഅ്മിനിനെ, ഒരു വിശ്വാസിയെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയാൽ, ഉപദ്രവിച്ചാൽ മുഴുവൻ മുഅ്മിനീങ്ങളെയും ഉപദ്രവിച്ചവനെ പോലെയായി. വഫീ ആദാ ജമീഅൽ മുഅ്മിനീന അദാ ജമീഇൻ നാസ്. ഒരാൾ മുഴുവൻ മുഅ്മിനീങ്ങളെയും ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളെയും ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. ആയത്തിൽ പറഞ്ഞെന്താണ്? ഒരാളെ കൊന്നാൽ മുഴുവൻ ജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണെന്നാണ്. മുഴുവൻ മുഅ്മിനീങ്ങളെ എന്നാണ് പറഞ്ഞത്. മുഴുവൻ ജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണ്. അതായത് ഒരാൾ മുഅ്മിനീങ്ങളെ മുഴുവൻ നശിപ്പിച്ചാൽ മുഴുവൻ ജനങ്ങളെയും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അപകടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഫഇന്നല്ലാഹ ഇന്നമാ യുദാഫിഉ അനിന്നാസി ബിൽ മുഅ്മിനീന അല്ലദീന ബൈനഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ആയിട്ട് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ആരെയാണ്? മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളുടെ ഇടയിൽ വേറെ കുറെ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ കൊണ്ടാണ് അല്ലാഹു അവരെ എന്ത് ചെയ്യുന്നത്? ഡിഫെൻഡ് ചെയ്യുന്നത്, പ്രതിരോധിക്കുന്നത്. അപ്പൊ ഫഈദാഉൽ ഖഫീരി ഈദാഉൽ മഖ്ഫിർ, ഒരു ഹാരിസിനെ, ഒരു ബിൽഡിങ്ങിന്റെ കാവൽക്കാരനെ ഉപദ്രവിക്കുക എന്നുള്ളത് അതിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള ആളുകളെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ ഇടയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അപ്പോ ഒരു മുഅ്മിനിനെ കൊന്നാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ ജനങ്ങളെയും കൊന്നതിന് തുല്യമായി എന്നർത്ഥം. ഒരു വ്യക്തിയെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് സമമായി തീരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പറഞ്ഞത്. ഒരാൾ ഒരു മുഅ്മിനെ കൊന്നു, എന്നാൽ മുഴുവൻ മുഅ്മിനീങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണ്. കാരണം മുഅ്മിനീങ്ങളെല്ലാം എന്താണ്? ഒരൊറ്റ ശരീരമാണ്. മുഅ്മിനീങ്ങളെ മുഴുവൻ ഉപദ്രവിച്ചാൽ മുഴുവൻ ജനങ്ങളെ ഉപദ്രവിച്ചതിന് തുല്യമാണ്. കാരണം മുഅ്മിനീങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നത്? പ്രപഞ്ചത്തെ തന്നെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? സകല മനുഷ്യരും നാശമടയും. അപ്പൊ അവർക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയിട്ടാണ് എന്ത്? മുഅ്മിനീങ്ങളുടെ നിലനിൽപ്പ്. അപ്പോ മുഅ്മിനീങ്ങളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനും ലോകത്തെ തന്നെ നശിപ്പിച്ചതിന് തുല്യമായി മാറും. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്തലു നഫ്സുൻ ദുൽമൻ ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ കാന അല ബനി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻഹാ ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. ഒരു മനുഷ്യനും അനർഹമായി കൊല ചെയ്യപ്പെടുന്നില്ല. എങ്ങനെയല്ലാതെ? ആദം അലൈഹിസ്സലാമിന്റെ മകന് അതിന്റെ ഒരു ഓഹരി ലഭിച്ചിട്ടല്ലാതെ. കാരണം അവനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആദ്യമായി കൊലപാതകം എന്നുള്ളതായ ചര്യ തുടങ്ങി വെച്ചു കൊടുത്തതാരാണ്? അപ്പൊ കൊലപാതകത്തിന്റെ വലിയ ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ ഒരു അപകടമാണ്
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏത് കൊലപാതകം നടക്കുന്നുണ്ടോ അതിന്റെ ഒരു പാപം എവിടേക്ക് പോകുന്നുണ്ട്? ആദം അലൈഹിസ്സലാമിന്റെ മകനിലേക്ക് പോകുന്നുണ്ട്. വലം യജ്ഇ ഹാദൽ വഈദു ഫീ അവ്വലി സാനിൻ, ആദ്യം വ്യഭിചരിച്ചവന്റെ കാര്യത്തിൽ ഈ തെറ്റ് വന്നിട്ടില്ല, ഈ ഒരു നിയമം ചെയ്തിട്ടില്ല, പറയപ്പെട്ടിട്ടില്ല. ആരെല്ലാം വ്യഭിചരിച്ചാലും ആദ്യം വ്യഭിചരിച്ചയാൾക്ക് അതിന്റെ ശിക്ഷ ഉണ്ടാകും എന്ന് ചെയ്തിട്ടില്ല, എവിടെയും നസ്സുകളിൽ കാണാൻ സാധിക്കുന്നില്ല. വല അവ്വലി സാരിഖിൻ, അതേപോലെ തന്നെ ആദ്യത്തെ മോഷ്ടാവിന് എല്ലാ മോഷ്ടാക്കളുടെയും കൂലി പാപം ചെയ്യും, ഇതിന്റെ ഭാഗം വന്നു ചേരുന്നു എന്ന് ചെയ്തിട്ടില്ല, നസ്സുകൾ വന്നിട്ടില്ല. വല അവ്വലി ശാരിബി മുസ്കിരിൻ, അതേപോലെ തന്നെ ആദ്യം മദ്യപിച്ച ഒരാൾക്ക് എല്ലാ മദ്യപാനികളുടെയും എന്ത് ചെയ്യും, പാപം വന്നു ചേരും എന്നും പറയപ്പെട്ടിട്ടില്ല. വഇൻ കാന അവ്വലുൽ മുശ്രിക്കീന ഖദ് യകൂന ഔലാ ബിദാലിക മിൻ അവ്വലി ഖാതിലിൻ, ഖാതിൽ ആദ്യത്തെ കൊലപാതകയേക്കാൾ ഇതിന് ഏറ്റവും കൂടുതൽ അർഹൻ ആരായിട്ട് കൂടി? ഒരു മുശ്രിക്കാണ്. കാരണം ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ കാര്യം. എന്നിട്ട് കൂടി ലിഅന്നഹു അവ്വലു മൻ സന്ന ശിർക, കാരണം ആദ്യം അവനാണ് എന്ത് ചെയ്തത്, ശിർക്കിനെ തുടങ്ങി വെച്ചവൻ. വലിഹാദാ റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ലഹിയൻ അൽ ഖുസാഇ യുഅദ്ദബു, ഖുറൈശികൾ അറബികളിൽ ആദ്യമായി വിഗ്രഹാരാധന കൊണ്ടുവന്ന ആളാണ് ആര്? അംർ ഇബ്നു ലഹി അൽ ഖുസാഇ. അവന്റെ ശിക്ഷ ഇരട്ടിക്കപ്പെടും എന്ന് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലിഅന്നഹു അവ്വലു മൻ ഗയ്യറ ദീന ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുവന്നിരിക്കുന്ന തൗഹീദിനെ ആദ്യമായിട്ട് മാറ്റം വരുത്തിയവനാണ് ആര്? ഇവൻ. പക്ഷെ ആദ്യത്തെ മുശ്രിക്കിലേക്ക് പോകുന്നത് ചെയ്തിട്ടില്ല, പറയപ്പെട്ടിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? കൊലപാതകത്തെ കുറിച്ചാണ്. അപ്പൊ കൊലപാതകത്തിന്റെ ഗൗരവം അത്രയധികമാണ് എന്ന് പറയാനാണ് ഇമാം അവറുകൾ ഇത് പറയുന്നത്. വഖദ് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലാ തകൂനു അവ്വല കാഫിരിൻ ബി, നിങ്ങൾ ഒന്നാമത്തെ മുഹമ്മദ് നബിയിൽ നിഷേധിക്കുന്ന ഒന്നാമത്തവനാകാൻ പാടില്ല. ഐ ഫയഖ്തദി ബികും മൻ ബഅദകും, കാരണം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ശേഷമുള്ളവൻ നിങ്ങൾ എന്ത് ചെയ്യും, പിന്തുടരും എന്നുള്ള കാരണത്താല്. ഫയകൂനു ഇസ്മു കുഫ്രിഹി അലൈക്കും, അപ്പൊ അവൻ നിഷേധിക്കുന്ന അവന്റെ നിഷേധത്തിന്റെ പാപം നിന്റെ മേലും എന്ത് ചെയ്യും, വരും. വകദാലിക ഹുക്മു മൻ സന്ന സുന്നത സയ്യിഅതൻ ഫത്തുബി അലൈഹ, ഇതേപോലെ തന്നെയാണ് ഒരാൾ ഒരു മോശപ്പെട്ടിരിക്കുന്ന ഒരു നടപടിക്രമം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, എങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യും, അതിന്റെ മേലുള്ളതായ പാപത്തെ മറ്റുള്ള പിന്തുടരപ്പെടുന്നവന്റെ പാപത്തെ അവൻ എന്ത് ചെയ്യും, നൽകപ്പെടും. അപ്പോ ഇവിടെ എല്ലാം കൊലപാതകത്തിന്റെ ഗൗരവം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ശർഅ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് അത്ര ഗുരുതരമായതുകൊണ്ടാണ് ഏതൊരു കൊലപാതകം ഭൂലോകത്ത് നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഒരു പാപം ചെയ്യും, ആദ്യത്തെ കൊലപാതകയിലേക്ക് എത്തിച്ചേരും എന്ന് പറയാൻ കാരണം. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു, യജീഉൽ മഖ്തൂലു യൗമൽ ഖിയാമ, ചില റിപ്പോർട്ടുകൾ കാണാം ബിൽ ഖാതിൽ, ഖിയാമത്ത് നാളിൽ മഖ്തൂൽ കൊല ചെയ്യപ്പെട്ടവൻ ഖാതിലിനെയും കൊണ്ടുവരും, കൊലയാളിയെയും കൊണ്ടുവരും. നാസിയതുഹു വറഅസുഹു ബിയദി, അവന്റെ മൂർധാവിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും വരുന്നത്. കൊലയാളിയെ, കൊല ചെയ്യപ്പെട്ടവൻ അവന്റെ മൂർധാവിൽ ഇങ്ങനെ പിടിച്ചിട്ട് വരും. വഔദാജുഹു തശ്ഖബു ദമൻ, അവന്റെ ഈ ഞരമ്പിൽ നിന്ന്, കഴുത്തിലുള്ള ഞരമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, രക്തം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നുണ്ടാകും. എന്നിട്ട് പറയും, യാ റബ്ബി സൽ ഹാദാ ഫീമ ഖതലനി, റബ്ബേ ഇവനോട് ചോദിക്ക് എന്തിനാണ് ഇവൻ എന്നെ കൊന്നത് എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യും, പറയും. അവൻ എന്ത് ചെയ്യേണ്ട, ഒരു മറുപടി പറയേണ്ടി വരും. ഫദക്കറു ലിബ്നി അബ്ബാസിൻ അത്തൗബ, അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് തൗബയെ കുറിച്ച് ചോദിക്കപ്പെട്ടു, തൗബ ചെയ്താൽ രക്ഷപ്പെടേണ്ടോ എന്ന് ചോദിച്ചു. ഫതല ഹാദിഹിൽ ആയ, അപ്പൊ ഈ ആയത്ത് എന്ത് ചെയ്തു, ഓതി. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ എന്ന് തുടങ്ങുന്നതായ ആയത്ത്, ആരെങ്കിലും ഒരു മുഅ്മിനിനെ മനഃപൂർവ്വം കൊന്നാൽ അവന് ശാശ്വത നരകമുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കോപമുണ്ട്, അള്ളാഹു അവന് കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആയത്ത് എന്ത് ചെയ്തു, ഓതി. എന്നിട്ട് പറഞ്ഞു, മാ നുസ്ഖത് ഹാദിഹിൽ ആയത്തു വലാ ഉദ്ദിലത്, ഈ ആയത്ത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, മാറ്റപ്പെട്ടിട്ടുമില്ല. വ അന്നാ ലഹു തൗബ, പിന്നെ എങ്ങനെയാണ് അവന്റെ തൗബ സ്വീകരിക്കപ്പെടുക? ഖാല തിർമിദി ഹാദാ ഹദീസുൻ ഹസൻ, നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചതാണ്. ഇവൻ ഭൂമിയിൽ വെച്ച് തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഈ കൊല ചെയ്യപ്പെട്ടവന്റെ അനന്തരാവകാശികൾക്ക് അവരുടെ ഹക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുമായിട്ടുള്ള ഹക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ, ആഖിറത്തിൽ ഈ കൊല ചെയ്യപ്പെട്ടവനുള്ള അവകാശം കിട്ടാനുണ്ട്, ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ എന്ത് ചെയ്യും, ഇവന്റെ തൗബ ശരിയായിരുന്നുവെങ്കിൽ ആഖിറത്തിൽ എന്ത് ചെയ്യും, ഇവര് തമ്മിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, രമ്യതയിലാക്കും എന്നുള്ളതാണ് എന്ത് ശരിയായ അഭിപ്രായം.
വഫീഹി അയ്ളൻ അൻ നാഫിഇൻ, ഈ വിഷയത്തിൽ ഇമാം നാഫിഇൽ നിന്ന് മറ്റൊരു റിപ്പോർട്ടുണ്ട്. നദറ അബ്ദുല്ലാഹി ഇബ്നു ഉമർ യൗമൻ ഇലൽ കഅബ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കഅബയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാ അഅദമകി വഅഅദമ ഹുർമതകി വൽ മുഅ്മിനു ഇൻദല്ലാഹി അഅദമു ഹുർമതൻ മിൻക. കഅബയുടെ ഹുർമത്ത് എത്ര വലുപ്പമുള്ളതാണ്, അതിന്റെ ബഹുമാന്യത എത്ര മഹത്വമേറിയതാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിനിനുണ്ടാകുന്ന സ്ഥാനം നിന്നേക്കാൾ കൂടുതലാണ്. അപ്പൊ കഅബയുടെ ബഹുമാന്യത എത്രയാണോ അതിനേക്കാളുണ്ട് ഒരു മുഅ്മിനിന്റെ ജീവന് എന്നാര് പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, ജുൻദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അവ്വലു മാ യുൻതിനു മിനൽ ഇൻസാനി ബത്ന, ഒരു മനുഷ്യൻ മരണപ്പെട്ട അവനെ ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ടാൽ അവന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം പൊട്ടുന്നത്, ജീർണിക്കുന്നത് എന്തായിരിക്കും? അവന്റെ വയറായിരിക്കും. ഫമൻ ഇസ്തതാഅ മിൻകും അൻ ലാ യഅകുല ഇല്ലാ ത്വയ്യിബൻ ഫൽയഫ്അൽ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും നല്ലത് മാത്രം ഭക്ഷിക്കാൻ, നല്ലതല്ലാതെ വേറെ ഒന്നും ഭക്ഷിക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ, നല്ലത് മാത്രം ഭക്ഷിക്കട്ടെ. അതല്ലാതെ അവന്റെ വയറു പൊട്ടി നികൃഷ്ടമായ മണം പുറത്തു വരാതിരിക്കാൻ അവൻ എന്ത് ചെയ്യട്ടെ? നല്ലത് മാത്രം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കട്ടെ. വമൻ ഇസ്തതാഅ അൻ ലാ യഹൂല ബൈനഹു വബൈനൽ ജന്നതി മിൽഉ കഫ്ഫിൻ മിൻ ദമിൻ അഗ്റാഖഹു ഫൽയഫ്അൽ, സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ അവൻ ഒഴുക്കിയിരിക്കുന്ന രക്തത്തിന്റെ ഒരു പിടി അത് തടസ്സമായി വരുന്നതിനെ വരാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അവനത് ചെയ്യട്ടെ. അതായത് ഒരാൾ ഒരു കൊലപാതകം നടത്തിയാൽ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ അവന്റെ മുന്നിൽ എന്ത് ചെയ്യും? അതൊരു തടസ്സമായിട്ട് വരും. അവൻ രക്തമൊഴുക്കിയതിന്റെ മുന്നിൽ ഈ രക്തം എന്ത് ചെയ്യും? സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയായി വരും. അതുകൊണ്ട് അവൻ കൊലപാതകം ചെയ്യാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനി, ഒരു മുഅ്മിൻ അവന്റെ ദീനിന്റെ വിശാലതയിലായിരിക്കും, നല്ല അവസ്ഥയിലായിരിക്കും. മാലം യുസ്ബ് ദമൻ ഹറാമ, ഹറാമായ രക്തം അവന്റെ കരങ്ങളിൽ പുരളാത്ത കാലത്തോളം. അവന്റെ കയ്യിൽ രക്തം പുരണ്ടാൽ അവന്റെ ദീനിന് എന്ത് ചെയ്തിട്ടുണ്ട്? അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇമാം ബുഖാരി റഹിമഹുല്ല പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന്, മിൻ വറതാത്തിൽ ഉമൂരില്ലത്തി ലാ മഖ്റജ ലിമൻ ഔഖഅ നഫ്സ, പുറത്തു കടക്കാൻ പ്രയാസമുള്ളതായ അപകടങ്ങളിൽപ്പെട്ടതാണ്. ഒരു രക്ഷയുമില്ല പുറത്തേക്ക് കടക്കാൻ. അങ്ങനെയുള്ള മനുഷ്യനെ ബാധിക്കുന്ന അപകടങ്ങളിൽപ്പെട്ടതാണ് സഫ്കുദ്ദമിൽ ഹറാമി ബിഗൈരി ഹല്ലി, അനുവാദമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക? രക്തം ചിന്തുക എന്നുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ്? പ്രയാസകരമാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, സിബാബുൽ മുഅ്മിനി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, ഒരു മുഅ്മിനിനെ ചീത്ത പറയുന്നത് തെമ്മാടിത്തമാണ്, ഫിസ്ഖാണ്. അവനെ കൊല ചെയ്യുക എന്നുള്ളത് കുഫറാണ്. കുഫ്റുൻ ദൂന കുഫർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ കുഫറല്ല, ചെറിയ കുഫറിൽപ്പെട്ടതാണ്. വഫീഹിമാ അയ്ളൻ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദിൻ, എനിക്ക് ശേഷം നിങ്ങൾ കുഫാറുകളായി മാറരുത്, കുഫറിൽ അകപ്പെട്ടു പോകരുത്. എങ്ങനെയാണത്? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു, മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു, രക്തം ചിന്തുന്നു. ഇത് മുഖേന നിങ്ങളിൽ കുഫർ സംഭവിക്കും. ചെറിയ കുഫറാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല. അതേപോലെ തന്നെ വീണ്ടും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ, ആരെങ്കിലും ഒരു കാഫിറിനെ കൊന്നു. എങ്ങനെയുള്ള കാഫിറാണ്? മുസ്ലിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാഫിറിനെ കൊന്നു. ലം യുറഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവൻ എന്ത് ചെയ്യപ്പെടൂല? ലഭിക്കപ്പെടുകയില്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി 40 ആമ, 40 വർഷത്തെ വഴി ദൂരം എന്ത് ചെയ്യും? സ്വർഗത്തിന്റെ വാസന, സുഗന്ധം അടിച്ചു വീശും. അപ്പൊ അതിന്റെ പരിസരത്തേക്ക് പോലും ആർക്കെത്താൻ പറ്റൂല. ഒരു കാഫിറിനെ കൊന്ന ആൾക്കെത്താൻ പറ്റൂല. മുസ്ലിമീങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാഫിറിനെയാണ് കൊല്ലുന്നതെങ്കിൽ പോലും അവന് ലഭിക്കുന്ന ശിക്ഷയാണ്. സ്വർഗത്തിന്റെ അയലത്തേക്ക് വരാൻ എന്ത് ചെയ്യാൻ പറ്റൂല, അവനെത്താൻ സാധിക്കില്ല. ഹാദിഹി ഉഖൂബത്തു ഖാതിലി അദുവില്ല, അള്ളാഹുവിന്റെ ശത്രുവിനെ കൊന്നവന്റെ ശിക്ഷയാണിത്. കാഫിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശത്രുവാണ്, അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ളയാളാണ്. പക്ഷെ മുഅ്മിനീങ്ങളുമായിട്ട് അവൻ എന്തുണ്ട്? ഒരു ഉടമ്പടിയുണ്ട്, സമാധാന കരാറുണ്ട്. അങ്ങനെ ആ സമാധാന കരാറിലുള്ളപ്പോ ഒരു കാഫിറിനെ, സമാധാന കരാറിലാണെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ ശത്രുവാണ് ആര്? കുഫർ ചെയ്യുന്നവൻ. അപ്പൊ അവനെ കൊന്നവന്റെ ശിക്ഷയാണിത്. എങ്കിൽ ഫകൈഫ ഉഖൂബത്തു ഖാതിൽ അബ്ദിൽ മുഅ്മിൻ,
മുഅ്മിനായ അള്ളാഹുവിന്റെ അടിമയെ കൊല്ലുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? വഇദാ കാനത് ഇംറഅത്തുൻ ഖദ് ദഖലത് النار ഫീ ഹിർറത്തിൻ, ഒരു സ്ത്രീ ഒരു പൂച്ചയുടെ വിഷയത്തിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഹബസത്ഹാ ഹത്താ മാത്, ആ പൂച്ചയെ കെട്ടിയിട്ടു, അങ്ങനെ അത് മരിച്ചുപോയി. ജൂഅൻ വഅത്ഷൻ, വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട്. ഫറആഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ അവിടെ കണ്ടു, നരകത്തിൽ കണ്ടു. വൽ ഹിർറതു തഖ്ദിഷുഹാ ഫീ വജ്ഹിഹാ വസദ്രിഹാ, ഈ പൂച്ച ആ സ്ത്രീയുടെ മുഖവും മാറുമെല്ലാം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഫകൈഫ ഉഖൂബതു മൻ ഹബസ മുഅ്മിനൻ ഹത്താ മാത ബിഗൈരി ജുർമിൻ, അപ്പോ ഒരു വിശ്വാസിയായ മനുഷ്യൻ ആരെങ്കിലും തടവിൽ പാർപ്പിച്ചുകൊണ്ട് അവനെ കൊന്നാൽ അവന് ലഭിക്കാവുന്ന ശിക്ഷ എത്ര കാഠിന്യമേറിയതാണ്. വഫീ ബഅദ് സുനനി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലസവാലുദ് ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഖത്ലി മുഅ്മിനിൻ ബിഗൈരി ഹഖിൻ, ലോകം തന്നെ നശിപ്പിക്കപ്പെടുന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യം എന്താണ്? ലോകം തന്നെ നശിച്ചാലും അത് വളരെ നിസ്സാരമാണ്. പക്ഷെ ഒരു മുഅ്മിനിന്റെ കൊലപാതകം എന്ന് പറയുന്നത് ലോകം മുഴുവനും നശിക്കുന്നതിനേക്കാൾ എന്താണ്? ഗൗരവമേറിയതാണ് എന്ന് ചില സുന്നനുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ കൊലപാതകം വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അനർഹമായിക്കൊണ്ട് ഒരാളെ വധിക്കുക എന്നുള്ളത്, അത് കാഫിറാണെങ്കിൽ പോലും അനർഹമായിട്ട് ഒരാളെ വധിക്കുക എന്നുള്ളത് എന്താണ്? വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസുകളും ഈ ആയാത്തുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇമാം അവറുകള് ഇതിൽ നിന്ന് മറ്റൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കിതാബു അദ്ദാഉ വദ്ദവാഇന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നു, ആ തിന്മയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അക്കാരണത്താൽ ഒരു പരിഹാരം ചോദിക്കുന്നതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയോട്. എന്താണ് പരിഹാരം? അദ്ദേഹം ചെയ്തിരുന്ന പാപം സ്ത്രീകളുമായി ബന്ധപ്പെട്ട, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അതിന്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ, അതിന്റെ അപകടങ്ങൾ, വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യൻ ചെന്നുപെടാനുള്ള കാരണങ്ങൾ, അതിനെ സംബന്ധിച്ച് ഉള്ള വിശദീകരണമാണ് ഇനി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ശേഷമുള്ള ഭാഗങ്ങളിൽ വിവരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك.